പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി തോരനാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ പടവലങ്ങയും വാഴയ്ക്കയും. ചെറിയൊരു കഷ്ണം പടവലങ്ങ മതി കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ വാഴയ്ക്കയും അതുപോലെ പടവലങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി തോരന് വേണ്ടി ചതയ്ക്കാനുള്ള തേങ്ങയും അതേപോലെ കുറച്ച് ചുവന്നുള്ളിയും പിന്നെ 2-3 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്. ഇനി തോരൻ വെക്കാനുള്ള പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നും ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ കടുകിൻ്റെ കൂടെ അതും കൂടെ കിടന്നൊന്ന് മൂത്ത് വരണം. അപ്പം നമുക്ക് തോരൻ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മൂത്ത ഉഴുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങയുടെ പാല് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ വഴറ്റി വരുമ്പോഴത്തേക്കും തോരൻ നല്ല ടേസ്റ്റും കിട്ടും. അതേപോലെ പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊടുത്തു വിടുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒരു തോരൻ ഉണ്ടാക്കി കൊടുത്തു വിടാം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടി, പയർ മെഴുക്കുവരട്ടി, അതേപോലെ ക്യാബേജ് തോരൻ, അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു തോരൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത അരപ്പ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പടവലങ്ങയും അതേപോലെ വാഴയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പടവലങ്ങയ്ക്കകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടിയിൽ പിടിക്കത്തില്ല. കാരണം നമ്മുടെ പടവലങ്ങയ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കത്തേ ഇല്ല. തോരൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ മൂടി തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പം ആവി വെള്ളം എല്ലാം അങ്ങ് പൊയ്ക്കോളും. ആവി വെള്ളം കിടന്നാൽ തോരൻ പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവും. അപ്പോൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, താങ്ക്